ഇതിൽ ആർട്ടിസ്റ്റുകൾ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം. ലാൽ സാറുണ്ട്, വാണി ചേച്ചിയുടെ ഒരു തിരിച്ചുവരവ്. വാണി ചേച്ചി തിരിച്ചു പറഞ്ഞാൽ ആദ്യത്തെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് റൈഫിൾ ക്ലബ്ബിലൊക്കെ ഷൂട്ട് ചെയ്തത്. റിലീസിനൊന്ന് വൈകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ വാണി ചേച്ചിയുടെ ഒക്കെ കൂടെ ഇന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഓഫീസറാണ്, പോലീസ് ഓഫീസറായിട്ടാണ്. ആ ഒരു സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോൾ ചെറുപ്പത്തിൽ കണ്ട വാണി ചേച്ചി തന്നെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ കണ്ടു വളർന്ന ഒരു സർട്ടൻ ബോൾഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ ചേച്ചിയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു റോളാണ് ഇതിനകത്ത്. അത് ഭയങ്കര രസമായിരുന്നു. ലാൽ സാറുമായിട്ട് നേരത്തെ പരിചയമുണ്ട്. ലാൽ സാറുമായിട്ടുള്ള പരിചയങ്ങൾ ഓൾവേസ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും പഠിക്കാനുണ്ടാവും എന്തെങ്കിലും. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ബസ് സ്റ്റാൻഡിലൊരു സീനിൽ ലാലങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ കരഞ്ഞു ഫസ്റ്റ് ടേക്കിൽ. സോ ലൈക്ക് ഒരു പവർ ഹൗസ് പെർഫോമറാണ് ലാലങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട്. അത്രയും ഒരു സൗഹൃദത്തിലുള്ളതാണ് നിങ്ങളെല്ലാവരും. ആ കൂട്ടുകെട്ടിൽ അങ്ങനെ സൗഹൃദം ഉള്ളതാണല്ലോ. ഓരോ സിനിമ കഴിയും തോറും വാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സിനിമയിലൊക്കെ തയ്യാറെടുപ്പാണ് അല്ലേ? അടുത്ത സിനിമ നമുക്ക് കിട്ടുന്നു, അതിൻ്റെ തയ്യാറെടുപ്പാണ്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിൽ പല ക്യാരക്ടറാണ് വന്നുപെടുന്നത്. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇങ്ങ് അടുക്കാൻ സമയമെടുക്കുമോ, അതോ നമ്മൾ ലൊക്കേഷൻ അടുത്ത ക്യാരക്ടറിലേക്ക് എത്താൻ ഒരു സമയം വേണ്ട, എനിക്ക് റെഡിയാണ്, അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റെഡിയാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ചെന്നൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് ഒരു കഥാപാത്രം മനസ്സിലായി തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു 2 സീൻ അല്ലെങ്കിൽ 2-3 സീനൊക്കെ ഒന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്ന് ആ സ്കിന്നിലേക്ക് വീഴാനായിട്ടുള്ള കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അത് നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കുറച്ച് സമയം പ്രിപ്പയർ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോജക്ട്സിന് യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ദിവസം നേരത്തെ ചെല്ലും. അപ്പോൾ ആ ഒരു എൻവയറമെൻ്റായിട്ട് നമുക്ക് ഒരാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സെറ്റാവും. ഞാൻ ചട്ടമ്പിക്ക് അങ്ങനെ ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് നേരത്തെ പോയി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലും എല്ലാത്തിലൊക്കെ കൂടെ നിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ കറിയായി മാറും. അപ്പോൾ നമ്മുടെ നടപ്പും വർത്താനവും നല്ല ഒരു വർത്താനം എല്ലാം മാറും. നമ്മൾ അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് കയറുകയാണ്. അതെ, അതിനെല്ലാത്തിനും സമയം കിട്ടാറില്ല. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ അടുത്ത ദിവസം അടുത്ത പടമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി ഒരു ചെറിയ സീക്വൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. മഞ്ഞുമൽ ബോയ്സ് ലോകമെമ്പാടും ഏറ്റെടുത്ത സിനിമയായിരുന്നു. ലോകമെമ്പാടും എവിടെ പോയാലും ആ ഒരു പേര് വലിയ ഹൈപ്പുണ്ടാക്കി. അതിലൊരു കഥാപാത്രം നമ്മളെയൊക്കെ നെട്ടിച്ച് കളഞ്ഞ വാസി എന്നൊരു കഥാപാത്രം ഇത്രയും നാളും ഇത്രയും നാളും ചെയ്തു വെച്ചതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അത് തന്നെയായിരുന്നു. അത്തരമൊരു കഥാപാത്രം വാസിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ആ ഡയറക്ടറും ആ സ്ക്രിപ്റ്റ് റൈറ്ററും ആ ടീമും വിശ്വസിച്ചാണ് തരുന്നത്. എപ്പോഴെങ്കിലും ചോദിച്ചോ ഇത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് ചോദിച്ചിരുന്നു? ഇല്ല, എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു. അത് കുറേ ഷൂട്ടുണ്ടായിരുന്നു, കുറേ ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആ ദിവസങ്ങളൊക്കെ വേറൊരു സിനിമയും ചെയ്യാൻ പറ്റാതെ അതിലേക്ക് തന്നെ ഒരു യാത്രയായിരുന്നു. അത്രയും ദിവസങ്ങൾ എടുത്തൊരു സിനിമയാണ്. അത് ഇത്രമാത്രം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ചില പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അത് മഞ്ഞുമലിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ നിന്ന് നല്ലൊരു പ്രോഡക്റ്റ് വരികയും അത് നന്നാവുക എന്നൊക്കെ പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആ കൂട്ടുകെട്ട് വലുതാണ്. നിങ്ങളുടെ കൂട്ടുകെട്ടും വലുതായിരുന്നു. ആ ഗ്യാങ് അങ്ങനെയായിരുന്നു നിങ്ങളുടെ സുഹൃത്ത് വലയം. ആ സുഹൃത്ത് വലയത്തിൽ ഇനിയും സിനിമകൾ ഉണ്ടാകേണ്ടതല്ലേ? ഓഫ് കോഴ്സ് ഇനിയും സിനിമകൾ ഉണ്ടാകും. ഇനിയും അങ്ങനത്തെ വലിയ വലിയ പരിപാടികൾ വരും. അത് ഏത് കൂട്ടായ്മയാണെങ്കിലും അതിനകത്ത് നല്ല സാധനങ്ങൾ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.